നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ കാസർഗോഡ് സ്വദേശികളെ കള്ളനോട്ടുമായി പിടികൂടിയ സംഭവം. കർണാടക പോലീസ് ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിലെത്തി തെളിവെടുപ്പ് നടത്തി. കർണാടക പുത്തൂരിൽ കോളേജിൽ +1 വിദ്യാർത്ഥിനിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത പരിഭ്രാന്തിക്കിടയാക്കി. വിദ്യാർത്ഥിനി സ്വയം മുറിവേൽപ്പിച്ചതാണെന്ന് കണ്ടെത്തിയതോടെ ആശങ്കയൊഴിഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ബസ് ഗതാഗതം പുനരാരംഭിച്ചു. കുണ്ടടുക്കത്ത് വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് 2 ആഴ്ച മുൻപാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. വയനാടിന്റെ കണ്ണീരൊപ്പുവാൻ സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും. കാരുണ്യയാത്ര വ്യാഴാഴ്ച. തൃക്കരിപ്പൂരിലെ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽ പാളത്തിൽ കല്ലുകൾ നിരത്തിവച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്ന് BJP. സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമെന്നും BJP. വയനാട് ദുരന്തബാധിതർക്ക് സാന്ത്വനമേകാൻ ചിത്രകലാ ക്യാമ്പ്. ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരി റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷനാണ് വേറിട്ട മാതൃക തീർത്തത്. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ കാസർഗോഡ് സ്വദേശികളെ കള്ളനോട്ടുമായി പിടികൂടിയ സംഭവത്തിൽ കർണാടക പോലീസ് ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിലെത്തി തെളിവെടുപ്പ് നടത്തി. പിടിയിലായ പ്രസ് ഉടമ കരിച്ചേരി പേരളത്തെ V. പ്രിയേഷിനെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഇവിടെ നിന്നും സുപ്രധാന തെളിവുകൾ കണ്ടെടുത്തതായാണ് വിവരം. മംഗളൂരുവിൽ കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ കേസിൽ ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിൽ കർണാടക പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ സുപ്രധാന തെളിവുകൾ കണ്ടെടുത്തു. കള്ളനോട്ടുകൾ അച്ചടിച്ച ചെർക്കളയിലെ ശ്രീലിപി പ്രിന്റിംഗ് പ്രസ്സിൽ ഉടമ കൊളത്തൂർ കരിച്ചേരി പെരളത്തെ V. പ്രിയേഷിനെയും കൂട്ടിയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. മഷി കൃത്യമായി പതിയാതെ കളഞ്ഞ നോട്ടുകളുടെ ഭാഗങ്ങളും കമ്പ്യൂട്ടറും പ്രിന്ററും നോട്ടടിക്കുവാൻ ഉപയോഗിച്ച പേപ്പറുകളും ഇവിടെ നിന്നും പോലീസ് കണ്ടെത്തി. മംഗളൂരു സൈബർ ഇക്കണോമിക്സ് ആൻഡ് നാർക്കോട്ടിക്സ് പോലീസ് SI കൃഷ്ണ ബായാറും സംഘവുമാണ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയത്. പ്രിയേഷിനു പുറമെ മല്ലം കല്ലുകണ്ടത്തെ K. വിനോദ് കുമാർ, പെരിയാകുണിയ വടക്കുംകര ഷിഫ മൻസിലിൽ അബ്ദുൽ ഖാദർ, കർണാടക പുത്തൂർ ബൽനാട് വെളിയൂർക്കട്ടയിലെ അയ്യൂബ് ഖാൻ എന്നിവരെയാണ് കള്ളനോട്ട് വിതരണത്തിനിടെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പ്രതികൾ റിമാൻഡിലാണ്. പ്രിയേഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പിനായി ചെർക്കളയിലെത്തിച്ചത്. 500 രൂപയുടെ 427 കള്ളനോട്ടുകളാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. വിദ്യാനഗർ CI UP വിപിൻ്റെ നേതൃത്വത്തിലും പ്രസ്സിൽ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ തുടരുമെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ. പുഴയിൽ ഒഴുക്ക് ശക്തമായതിനാൽ തിരച്ചിൽ ഓഗസ്റ്റ് 16-ന് നിർത്തിവെച്ചതായാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 18-ന് കർണാടക ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ തുടരാൻ തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഇടവിട്ട് പശ്ചിമഘട്ടത്തിൽ പെയ്ത മഴയിൽ പുഴയിലെ ഒഴുക്ക് കൂടിയിരുന്നു. ഒരു മുങ്ങൽ സംഘത്തിന് ഇറങ്ങി തിരച്ചിൽ നടത്താനുള്ള സാഹചര്യം ദിവസങ്ങളോളം ഉണ്ടായിരുന്നില്ലെന്നും മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് മുങ്ങലിന് അനുവദിക്കാനാകില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. നിലവിൽ തിരച്ചിലിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയെന്ന് കോടതി ആരാഞ്ഞു. എല്ലാ വിവരങ്ങളും സമഗ്രമായി സ്ഥിതിവിവര റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. മരിച്ചവർക്കുള്ള ധനസഹായമോ അവരുടെ കുടുംബങ്ങൾക്കുള്ള പുനരധിവാസത്തിന്റെ വിവരങ്ങളോ ഉണ്ടോ എന്ന് കോടതിയുടെ ചോദ്യമുണ്ടായപ്പോൾ അതുകൂടി ചേർത്ത് പുതിയ റിപ്പോർട്ട് നൽകാമെന്നും സർക്കാർ അറിയിച്ചു. സർക്കാർ റിപ്പോർട്ടിൽ എതിർവാദങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ ഹർജിക്കാരോടും കോടതി നിർദ്ദേശിച്ചു. ഗംഗാവലിപ്പുഴയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയതായി ജില്ലാ ഭരണകൂടം സ്ഥിതിവിവര റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ പുഴയിലെ ഒഴുക്കും സ്ഥിതിയും അടക്കമറിയാനാണ് ഹൈഡ്രോഗ്രാഫിക് പരിശോധന നടത്തിയത്. ഇതനുസരിച്ച് ടഗ് ബോട്ടിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള റൂട്ട് തീരുമാനിച്ചു. മൊത്തത്തിൽ ഇതിന് 96 ലക്ഷം രൂപ ചെലവ് വരുമെന്നും കോടതിയിൽ ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 18-ന് കർണാടക ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കർണാടക പുത്തൂരിൽ കോളേജിൽ +1 വിദ്യാർത്ഥിനിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത പരിഭ്രാന്തിക്കിടയാക്കി. സഹപാഠികൾ മുറിവേൽപ്പിച്ചെന്നായിരുന്നു പരാതി. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വിദ്യാർത്ഥിനിയെ ആരും മുറിവേൽപ്പിച്ചിട്ടില്ലെന്നും സ്വയം മുറിവേൽപ്പിച്ചതാണെന്നും കണ്ടെത്തി. ഇതോടെയാണ് പരിഭ്രാന്തി ഒഴിഞ്ഞത്.
കർണാടക പുത്തൂരിൽ +1 വിദ്യാർത്ഥിനിയെ കത്തികൊണ്ട് കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത പരന്നത് പ്രദേശത്ത് പരിഭ്രാന്തി പടർത്തി. സഹപാഠികളായ വിദ്യാർത്ഥികൾ മുറിവേൽപ്പിച്ചെന്നായിരുന്നു പരാതി. മുറിവേറ്റ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികൾ കുറ്റം നിഷേധിച്ചു. ഇതോടെ പോലീസ് കോളേജിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതിൽ നിന്നും വിദ്യാർത്ഥിനിയെ ആരും മുറിവേൽപ്പിച്ചതല്ലെന്നും സ്വയം മുറിവേൽപ്പിച്ചതാണെന്നും കണ്ടെത്തി. ഇതോടെയാണ് മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തി ഒഴിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. വിഷയം പ്രദേശത്ത് സംഘർഷത്തിന് തന്നെ കാരണമാകുമായിരുന്നു. പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തു വന്നതാണ് സംഘർഷം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വകാര്യ യാത്രാ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ ചെറുവത്തൂരിൽ പോലീസ് മുൻകരുതലായി അറസ്റ്റ് ചെയ്തു. ടൗണിലെ ദേശീയപാതയിലുണ്ടായ സംഭവത്തിൽ 5 പേരെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചത്. ദളിത് പീഡനത്തിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികളായ സാധുജന പരിഷത്ത് നേതാക്കളെയും പ്രവർത്തകരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സാധുജന പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് കരിവള്ളൂർ കൊഴുമ്മലിലെ അനീഷ്, ചീമേനി അത്തൂട്ടിയിലെ രാഘവൻ, സ്വാമിമുക്കിലെ C വിനീഷ്, ചീമേനി പെട്ടിക്കുണ്ടിലെ PS വിനു, കരിവള്ളൂർ ആണൂരിലെ സരീഷ് എന്നിവരെയാണ് ചന്ദേര പോലീസ് മുൻകരുതലായി അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിലെ ചെറുവത്തൂർ ടൗണിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ബസ് ഗതാഗതം പുനരാരംഭിച്ചു. ചെർക്കള 2ാം വളവിൽ VK പാറ പാതയിൽ കുണ്ടെടുക്കത്ത് വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇതുവഴി ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. 2 ആഴ്ചകൾക്ക് ശേഷമാണ് ഇതുവഴി ബസ് ഗതാഗതം പുനരാരംഭിച്ചിരിക്കുന്നത്. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ 2 ആഴ്ചയിലേറെയായി ബസ്സുകൾക്കേർപ്പെടുത്തിയ യാത്രാവിലക്ക് നീക്കി. ചെർക്കള 2ാം വളവിൽ VK പാറ കുണ്ടെടുക്കത്ത് റോഡിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇതുവഴി വാഹനഗതാഗതം നിരോധിച്ചത്. പിന്നീട് ഇത് നികത്തി റോഡ് വീതി കൂട്ടുവാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും കുന്നിടിച്ചപ്പോൾ വൻ മണ്ണിടിച്ചൽ ഭീഷണിയുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾക്ക് വിലക്ക് തുടർന്നത്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് സംരക്ഷണ ഭിത്തി തീർത്തിട്ടുണ്ട്. എന്നാൽ റോഡിൻ്റെ താഴെയും കുന്നിൻ്റെ മുകളിലുള്ളവരും ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് കലക്ടർ, നിർമ്മാണ കമ്പനി അധികൃതരും നാട്ടുകാരുമായി ചേർന്ന് നടത്തിയ പരിശോധനയും നിർമ്മാണ കമ്പനി അധികൃതർ ഉറപ്പു നൽകിയ സുരക്ഷയും കണക്കിലെടുത്താണ് ബസ്സുകൾക്ക് ഇതുവഴി ഗതാഗതം അനുവദിച്ചത്. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ 30 കിലോമീറ്റർ വേഗം പരിമിതപ്പെടുത്തിയായിരിക്കണം ബസ് ഗതാഗതമെന്ന് നിർദ്ദേശമുണ്ട്. ചെറുവാഹനങ്ങൾക്ക് ഇതുവഴി നേരത്തെ വിലക്കുണ്ടായിരുന്നില്ല. ബസ് ഒഴികെയുള്ള ഭാരം കൂടിയ വലിയ വാഹനങ്ങൾക്ക് വിലക്ക് തുടരുന്നുണ്ട്. വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ വെളിച്ചം ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ചെയ്യുവാൻ കലക്ടർ നിർമ്മാണ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ, ബീരിച്ചേരി, ഇളമ്പച്ചി, ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽ പാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്നും സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുവരുന്നതായും BJP. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് BJP നേതാക്കളുടെ ആരോപണം. തൃക്കരിപ്പൂർ, ബീരിച്ചേരി, ഇളമ്പച്ചി, ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്ന ആരോപണവുമായി BJP രംഗത്ത്. ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ മാനസിക രോഗിയെന്നും കുട്ടികളാണെന്നും പറഞ്ഞ് പോലീസ് നിസാരവൽക്കരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. സംഭവത്തിൽ പോലീസും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഒത്തുകളിച്ച് ഗൗരവം ഇല്ലാതാക്കുകയാണെന്നും അന്വേഷണം NIA ഏറ്റെടുക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. റെയിൽപാളത്തിൽ കരിങ്കൽ ചീളുകൾ വെച്ച സംഭവം നടന്ന ദിവസം ഇതിനു പരിസരത്ത് താമസിച്ചവരെക്കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം നടത്തുകയും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണം കൃത്യമായി നടത്തുകയും വേണം. വിഷയത്തിൽ പോലീസ് കർശന നടപടി കൈക്കൊള്ളുന്നില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ RPF-നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റെയിൽവേ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. കുട്ടികളല്ല എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പോലീസ് ഇതിൽ കാണിക്കുന്ന നിഷ്ക്രിയാവസ്ഥ, പോലീസ് ഇതിൽ ശരിക്കും ഏതോ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. അത് ആരാണ് എന്ന് നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന രീതിയിൽ BJPക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
BJP ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അത് നടക്കും. കാരണം നാളെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T കുഞ്ഞിരാമൻ, K ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TV രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കാരുണ്യയാത്ര വ്യാഴാഴ്ച. പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്ത് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് അഭ്യർത്ഥിച്ചു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ്ങായി എന്ന പേരിലുള്ള കാരുണ്യയാത്ര വ്യാഴാഴ്ച നടക്കും. യാത്ര നടത്തി കിട്ടുന്ന തുക സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കും. ഈ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിക്കുന്നതിന് വിനിയോഗിക്കും. വ്യാഴാഴ്ച പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്ത് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് അഭ്യർത്ഥിച്ചു. വയനാടിനൊരു കൈത്താങ്ങ് എന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ബസ്സിലെ എല്ലാ ആൾക്കാരും, നാട്ടുകാർ, ജനങ്ങളൊക്കെ ബസ്സിൽ കയറിക്കൊണ്ട് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ സമ്പന്നരായാലും ഉന്നതരായാലും കളക്ടറെയോ മന്ത്രിയോ ബന്ധപ്പെട്ടിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു അംശം ആ വയനാട്ടിലെ കണ്ണീരൊപ്പാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വകാര്യ ബസ്സിൽ കയറുക. ആ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളിലാവുന്ന സഹായം അതിലേക്ക് നിക്ഷേപിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കുഞ്ഞുകുട്ടികൾക്കും കൊടുക്കാനുള്ളൊരു സന്ദർഭമാണ് ഈ ബസ് സർവീസിലൂടെ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ആ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട് ദുരന്തബാധിതർക്ക് സാന്ത്വനമേകാൻ ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരിയുടെയും റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാനഗർ അസാബ് സ്കിൽ പാർക്കിൽ വെച്ച് നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തബാധിതർക്ക് സാന്ത്വനമേകാൻ ജില്ലാ ഭരണ സംവിധാനവുമായി സഹകരിച്ച് ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരിയുടെയും ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചുരം എന്ന പേരിൽ വിദ്യാനഗർ അസാബ് സ്കിൽ പാർക്കിൽ നടത്തിയ ചിത്രകലാ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ചിത്രകാരന്മാരുടെ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന സഹജീവികളോടുള്ള കരുതൽ മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തും മറ്റും സഹായിച്ചുകൊണ്ട് ചെയ്യാമെന്നായിരുന്നു അന്ന് വിചാരിച്ചത്. പക്ഷേ അത് ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി അത് ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്യാൻവാസിൻ്റെ പൈസ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ ലിങ്ക് ഗ്രൂപ്പ് അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുഖ്യാതിഥിയായിരുന്നു. പേഴ്സണലായിട്ട് ഇത് ഞാൻ ജനിച്ച് വളർന്ന നാടിൻ്റെ തൊട്ടടുത്ത് ഒരു 50 കിലോമീറ്റർ തലത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ ഈ കുറ്റിപ്പാറ ഫാൾസ് ഇതൊക്കെ കേട്ട് വളർന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ അടുപ്പമുള്ള ഒരിതുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര എല്ലാവർക്കും പോലെ തന്നെ ഭയങ്കര ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിസ്റ്റ് പ്രകാശൻ പുത്തൂർ ക്യാമ്പിൽ വിശിഷ്ടാതിഥിയായി. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി പ്രസിഡന്റ് CL അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ചിത്രങ്ങളുടെ വിൽപ്പനയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നിർവഹിച്ചു. സന്തോഷ് പള്ളിക്കര വരച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജില്ലാ കളക്ടറുടെയും ഛായാചിത്രം ചടങ്ങിൽ സമ്മാനിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി അഡീഷണൽ സെക്രട്ടറി MM നൌഷാദ് ചിത്രം ഏറ്റുവാങ്ങി. DTPC സെക്രട്ടറി ലിജോ ജോസഫ്, സുകുമാരൻ പൂച്ചക്കാട്, ജലീൽ മുഹമ്മദ്, മഹമ്മൂദ് ഇബ്രാഹിം, ഷാഫി നെല്ലിക്കുന്ന് എന്നിവർ സംസാരിച്ചു. ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി സ്വാഗതവും പ്രസിഡന്റ് നാരായണൻ രേഖിത നന്ദിയും പറഞ്ഞു. 35 കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സംഭാവന നൽകി ചിത്രങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവരുടെ ആശയങ്ങൾക്കനുസരിച്ച് പെയിന്റിംഗ് ചെയ്ത് ക്യാമ്പിൽ വിൽപ്പന നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
AKRRDA കാസർഗോഡ് താലൂക്ക് കൺവെൻഷനും ഉന്നത വിജയം നേടിയ റേഷൻ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദന യോഗവും നടന്നു. AKRRDA സംസ്ഥാന സെക്രട്ടറി PK അബ്ദുൾ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ AKRRDA കാസർഗോഡ് താലൂക്ക് കൺവെൻഷനും ഉന്നത വിജയം നേടിയ റേഷൻ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദന യോഗവും നടന്നു. AKRRDA സംസ്ഥാന സെക്രട്ടറി PK അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് സതീശൻ എടവേലി അധ്യക്ഷത വഹിച്ചു. AKRRDA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നടരാജൻ വിശിഷ്ടാതിഥിയായി. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, വിരമിച്ച റേഷൻ വ്യാപാരികൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക, റേഷൻ വ്യാപാരികളുടെ മക്കൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കൺവെൻഷൻ നടന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശങ്കർ ബള്ളികെ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ ബല്ലാൾ, T വിജയൻ നായർ, PA അബ്ദുൾ ഗഫൂർ, EK അബ്ദുള്ള, P ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ മജൽ കണ്ണുതീർത്ത സർക്കാർ സ്കൂളിന്റെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ. കുഴികൾ നിറഞ്ഞതും കരിങ്കല്ലുകൾ ഇളകി നിൽക്കുന്നതുമായ റോഡ് വാഹനയാത്രികർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. കാൽനട യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചത്തൂർ മജൽ കണ്ണുതീർത്ത സർക്കാർ സ്കൂളിന്റെ റോഡ് പൂർണ്ണമായും തകർന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഈ റോഡ് ഇതുവരെയായും നവീകരിക്കുകയോ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. കുഴികൾ നിറഞ്ഞതും കരിങ്കല്ലുകൾ ഇളകി നിൽക്കുന്നതുമായ റോഡ് വാഹനയാത്രികർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. വാഹനങ്ങൾ പോകുമ്പോൾ കരിങ്കൽ ചീളുകൾ ഇളകിത്തെറിക്കുമെന്നതിനാൽ ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാരും ഭീതിയിലാണ്. റോഡ് തകർന്നതിനാൽ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി വരുവാൻ മടിക്കുന്നു. യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. ഈ റോഡിനെ ആശ്രയിക്കുന്ന തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ തുടങ്ങിയവരെല്ലാം വളരെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഗർഭിണികൾ, രോഗികൾ എന്നിവരും യാത്രയുടെ അസൗകര്യത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നു. റോഡിൻ്റെ നവീകരണത്തിനായി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയായും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപേ വാഗ്ദാനങ്ങൾ നൽകുന്ന ജനപ്രതിനിധികൾ അതിനുശേഷം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് സുഗമമായ ഗതാഗതത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. SNDP യോഗം കൂഡ്ലൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. കൂഡ്ലൂർ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ നടന്ന പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം കൂഡ്ലൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. കൂഡ്ലൂർ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂൾ പരിസരത്തു നടന്ന പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സ്വാഗത സംഘം ചെയർമാനുമായ ജനനി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകുമാർ കുതിരേപ്പാടി, SNDP യോഗം ഡയറക്ടർ അഡ്വക്കേറ്റ് PK വിജയൻ, SNDP യോഗം കാസർഗോഡ് സെക്രട്ടറി ഗണേഷ് പാറക്കട്ട, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം മോഹനൻ മീപ്പുഗിരി, ഭഗവതി സേവാ സംഘം കൂഡ്ലു ഗ്രാമ കമ്മിറ്റി പ്രസിഡന്റ് ഉദയൻ കൂഡ്ലു, സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുസ്തക വിതരണവും SSLC, +2, ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടത്തി. അനുമോദനം നൽകുവാനായി ഞാൻ അവരെ ക്ഷണിച്ചുകൊള്ളു. അക്ഷിത അടുത്ത സമ്മാനം ചിത്രരചനാ മത്സരം, പാസിംഗ് ദി ബോൾ മത്സരം, മിഠായി പെറുക്കൽ മത്സരം, ലെമൺ സ്പൂൺ, ബലൂൺ പൊട്ടിക്കൽ, മ്യൂസിക്കൽ ചെയർ, ഗ്ലാസ് പിരമിഡ് എന്നിവയും ശ്രീനാരായണ ഗുരുദേവ എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. SNDP കൂഡ്ലൂർ ശാഖ സെക്രട്ടറി വിജയൻ മന്നിപ്പാടി സ്വാഗതവും അരുവിപ്പുറം വനിതാ സ്വയം സഹായ സംഘം ജോയിന്റ് കൺവീനർ ഷിംന വിനോദ് നന്ദിയും പറഞ്ഞു. വിപുലമായ ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ. 5 മുതൽ 8 വരെ ക്ലാസുകളിലായി 65 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു.
കേരള കർണാടക അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ കുട്ടികളുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. സ്കൂൾ ID കാർഡ് ഉപയോഗിച്ച് കൈവിരലിൽ മഷി പുരട്ടി ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 5 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലായി 65 സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തിരഞ്ഞെടുപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്കൂൾ ലീഡറായി 8ാം ക്ലാസ്സിലെ മുഹമ്മദ് ഫായിസ്, പെൺകുട്ടികളുടെ വിഭാഗം സ്കൂൾ ലീഡറായി 8ാം ക്ലാസ്സിലെ ആംന ഖദീജ, ഉപനായകനായി 8ാം ക്ലാസ്സിലെ അബ്ബാസ് വസ്ഫി, ഉപനായികയായി 8ാം ക്ലാസ്സിലെ ഫാത്തിമ ഹുദ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. It is very appreciable our young leaders. They have maintained political as well as competitive spirit throughout the election. We are optimistic about our students, their contribution in the future for the growth of our school in the overall field. So we are happy about their performance. We expect a lot from them. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ, ഇസ്ലാമിക് HOD മുഹമ്മദ് സുഹൈബ്, അധ്യാപകന്മാരായ മുഹമ്മദ് ബിൻ മാനോഫ്, യൂസഫ്, അമീന, ഷദീദ, ഐഷ സഫ്രിൻ തുടങ്ങിയവർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന നോവലിന്റെ പ്രകാശനവും അദ്ദേഹത്തിന്റെ കഥയെഴുത്തിന്റെ 50ാം വാർഷികാഘോഷവും പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു. കോളേജ് സാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന M. മുകുന്ദൻ നിർവഹിച്ചു. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ അത്യുത്തര കേരളത്തെക്കുറിച്ചുള്ള ചരിത്രം വളരെ വിരളമാണ്. അവ ഇപ്പോഴും രേഖപ്പെടാതെ കിടക്കുന്നു. എന്നാൽ അവ രേഖപ്പെട്ട് കിടക്കുന്ന വലിയൊരു മേഖലയാണ് വടക്കൻ കേരളത്തിലെ തെയ്യങ്ങൾ. അവയുടെ തൊറ്റംപാട്ടുകളിലും വാചാലുകളിലും ഉരിയാട്ടങ്ങളിലുമെല്ലാം ആ ചരിത്രം തെയ്യാട്ടം നടത്തുന്നു. അതിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട അല്ലോഹലൻ എന്ന സാമന്ത രാജാവിന്റെ ചരിത്രമാണ് നോവൽ രൂപത്തിൽ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് അവതരിപ്പിക്കുന്നത്. അല്ലോഹലൻ എന്ന നോവലിന്റെ പ്രകാശനവും അദ്ദേഹത്തിന്റെ കഥയെഴുത്തിന്റെ 50ാം വാർഷികാഘോഷവും പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നു. കോളേജ് സാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന M. മുകുന്ദൻ നിർവഹിച്ചു. എഴുത്തുകാരി R. രാജശ്രീ പുസ്തകം സ്വീകരിച്ചു. ഓരോ തെയ്യത്തിനും ഓരോ കഥകളുണ്ട്. നീതിക്ക് വേണ്ടി പോരാടിയവരാണ് ഓരോ തെയ്യവും. തെയ്യം കിട്ടുന്നവർ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരാണെന്നും തെയ്യങ്ങളുടെ കഥ ഹൃദയസ്പർശിയായ രീതിയിൽ അല്ലോഹലൻ എന്ന നോവലിലൂടെ അംബികാസുധൻ എഴുതിവച്ചിരിക്കുന്നുവെന്നും M. മുകുന്ദൻ പറഞ്ഞു. അഭിരാജ് നടുവിൽ തോറ്റംപാട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പാൽ പ്രൊഫസർ KV മുരളി അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ഏച്ചിക്കാനം ആമുഖഭാഷണം നടത്തി. നെഹ്റു കോളേജ് മാനേജർ K. രാമനാഥ അതിഥിയായി. PV ഷാജികുമാർ, സാഹിത്യവേദി പ്രസിഡന്റ് ഡോക്ടർ ഷീജ KP, ഡോക്ടർ ഉദയ A, കോളേജ് യൂണിയൻ ചെയർമാൻ ചന്ദ്രബാബു R എന്നിവർ സംസാരിച്ചു. സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് വിജയകുമാർ V സ്വാഗതവും സാഹിത്യവേദി സെക്രട്ടറി ഗോപിക P നന്ദിയും പറഞ്ഞു. സാഹിത്യ സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജപുരം സെന്റ് പയസ് 10th കോളേജിൽ വ്യാഴാഴ്ച ദേശീയ സെമിനാർ നടക്കും. കേരള ശാസ്ത്ര അക്കാദമി പ്രസിഡന്റും കേരള ബയോടെക്നോളജി കമ്മീഷന്റെ അഡ്വൈസറും കൂടിയായ പ്രൊഫസർ ഡോക്ടർ GM നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫ്രോണ്ടിയേഴ്സ് ഇൻ ബയോളജിക്കൽ സയൻസ് ആൻഡ് IPR എന്ന വിഷയത്തെ മുൻനിർത്തി കേരള ശാസ്ത്ര അക്കാദമിയും മൈക്രോബയോളജി ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന ദേശീയ സെമിനാർ രാജപുരം സെന്റ് പയസ് 10th കോളേജിൽ ഓഗസ്റ്റ് 22 നടക്കും. മൈക്രോബയോളജി, ലൈഫ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി വിഭാഗങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്രമാമാങ്കത്തിന് മുഖ്യാതിഥിയായി എത്തുന്നത് കേരള ശാസ്ത്ര അക്കാദമി പ്രസിഡന്റും കേരള ബയോടെക്നോളജി കമ്മീഷന്റെ അഡ്വൈസറും കൂടിയായ പ്രൊഫസർ ഡോക്ടർ GM നായരാണ്. മൈക്രോബയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായ പ്രൊഫസർ ഡോക്ടർ AM ദേശ്മുഖ് സെമിനാർ സന്ദേശം പങ്കുവയ്ക്കും. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര നൈപുണികത വളർത്തുക എന്ന ലക്ഷ്യത്തോടെ IPR ആൻഡ് പാറ്റന്റ് ഇൻ ബയോളജിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് വിശിഷ്ടരായ ശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് വിദ്യാർത്ഥികളുമായുള്ള പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക. ഡോക്ടർ AG പാണ്ഡുരംഗൻ, പ്രൊഫസർ രാജേന്ദ്ര പെലാങ്കട്ട, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് പരമേശ്വര പണിക്കർ, പ്രൊഫസർ ഡോക്ടർ രാജേഷ് R, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ M ഷാ, ബെനി ഡാനിയൽ എന്നിവരാണ് പാനൽ ചർച്ചയ്ക്ക് ഏകോപനം നൽകുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ്, മൈക്രോബയോളജി വിഭാഗം തലവൻ ഡോക്ടർ വിനോദ് NV, ലൈഫ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ വിഭാഗം തലവൻ ഡോക്ടർ ഷിജു ജേക്കബ്, മൈക്രോബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിനോഷ് സ്കറിയാച്ചൻ, ഡോക്ടർ ഷിനോ P ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. SBI റീജിയണൽ മാനേജർ B. ബിജേഷ് ഉദ്ഘാടനം ചെയ്തു.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാതൃകയിൽ ബാങ്കിംഗ് മേഖലയിലും പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജനറൽ ബോഡി യോഗം SBI റീജിയണൽ മാനേജർ B. ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. SBI ഓഫീസേഴ്സ് അസോസിയേഷൻ റീജിയണൽ സെക്രട്ടറി TG ശ്രീജിത്ത്, SBI സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി BP ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് PV രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത് സ്വാഗതം പറഞ്ഞു. SBI കാഞ്ഞങ്ങാട് ശാഖയിലെ ആദ്യ ഇടപാടുകാരൻ K. ജനാർദ്ദനനെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അസാദി പുരസ്കാരം നേടിയ കൃഷ്ണൻ പത്താനത്ത്, ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയിയായ ഡോക്ടർ രാംദാസ് പൈ, ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ TV ബാലൻ എന്നിവരെ അനുമോദിച്ചു. അസോസിയേഷനിൽ പുതുതായി അംഗത്വമെടുത്ത KJ ജോസഫ്, M. പ്രഭാകരൻ, HG ഭാസ്കര എന്നിവരെ യോഗത്തിൽ പരിചയപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി M. വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KV കൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. രുക്മിണി രാജേഷ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ലയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണോത്സവ് 2024 സംഘടിപ്പിച്ചു. UP ഹൈസ്കൂൾ വിഭാഗം പ്രസംഗ മത്സരത്തിൽ നിരവധി കുട്ടികളും പങ്കെടുത്തു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം 2024 ജന്മാഷ്ടമി സന്ദേശമായ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ലാതല പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ തുടിക്കുന്ന ഹൃദയമാണ് ഭാരതമെന്ന്. അതിപുരാതന കാലം മുതൽ അത്യാധുനിക കാലം വരെയുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള മാതൃക ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത ഒരേയൊരു ദേശമാണ് നമ്മുടെ ഭാരതം. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാലഗോകുലം ജില്ലാ സമിതി അംഗം TV അശോകൻ പതാക ഉയർത്തി. തുടർന്ന് കാഞ്ഞങ്ങാട് നഗർ ആഘോഷ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P. അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. ജയരാമൻ മാടിക്കാൽ സ്വാഗതം പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ C. ബാബു അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ഗോകുല ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ കോടോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ M. മുരളീധരൻ നമ്പ്യാർ സമ്മാനങ്ങൾ നൽകി. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് P. കൃഷ്ണൻ, ബാലഗോകുലം കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി NT വിദ്യാധരൻ ഉദുമ, ട്രഷറർ K. രാധാകൃഷ്ണൻ, ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് P. പടിഞ്ഞാറേക്കര, ജില്ലാ ഭഗിനി പ്രമുഖ അനിത M, സഹഭഗിനി പ്രമുഖ MV സുമാരാജൻ, C. വിജയൻ മാഷ്, P. അഹല്യ ടീച്ചർ, HR അമിത് കുമാർ എന്നിവർ പങ്കെടുത്തു. നഗർ ആഘോഷ പ്രമുഖ് KV രാജീവൻ പടിഞ്ഞാറേക്കര സ്വാഗതവും ബാലഗോകുലം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി P. സതീശൻ പെരിയ നന്ദിയും പറഞ്ഞു. UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് തീർത്ഥാരതീഷാണ്. സ്നേഹ സതീഷ് K. 2ാം സ്ഥാനവും അഞ്ജന A. 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീയുക്ത PR 1ാം സ്ഥാനവും ശിഖത PS 2ാം സ്ഥാനവും ശ്രേയ KS 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ കാസർഗോഡ് സ്വദേശികളെ കള്ളനോട്ടുമായി പിടികൂടിയ സംഭവം. കർണാടക പോലീസ് ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിലെത്തി തെളിവെടുപ്പ് നടത്തി. കർണാടക പുത്തൂരിൽ കോളേജിൽ +1 വിദ്യാർത്ഥിനിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്ന വാർത്ത പരിഭ്രാന്തിക്കിടയാക്കി. വിദ്യാർത്ഥിനി സ്വയം മുറിവേൽപ്പിച്ചതാണെന്ന് കണ്ടെത്തിയതോടെ ആശങ്കയൊഴിഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ബസ് ഗതാഗതം പുനരാരംഭിച്ചു. കുണ്ടടുക്കത്ത് വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് 2 ആഴ്ച മുൻപാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. വയനാടിന്റെ കണ്ണീരൊപ്പുവാൻ സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും. കാരുണ്യയാത്ര വ്യാഴാഴ്ച. തൃക്കരിപ്പൂരിലെ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽ പാളത്തിൽ കല്ലുകൾ നിരത്തിവച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്ന് BJP. സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമെന്നും BJP. വയനാട് ദുരന്തബാധിതർക്ക് സാന്ത്വനമേകാൻ ചിത്രകലാ ക്യാമ്പ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷനാണ് വേറിട്ട മാതൃക തീർത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.